ഹലോ ഗായ്സ്, ഇക്കാക്കാണെങ്കിൽ അരിപ്പത്തിരി വേണം പോലും. അതിനെന്താ നമുക്ക് ഉണ്ടാക്കാലോ. ഈ കോട പോലെ പോകുന്നത് കുക്കറിൻ്റെ ഏറ് പോണ് കേട്ടോ. കുക്കറിൽ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അരിപ്പത്തിരി ഒന്ന് സെറ്റാക്കി എടുക്കാവേ. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം രീതിയിലാട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. 2 പൊടി കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പൊടി ഇട്ടിട്ട് നല്ലോണം കിണ്ടി അങ്ങോട്ട് മാറ്റിയെടുക്കുക. കുറച്ച് വെള്ളവും വെളിച്ചെണ്ണയും കൂടെ തടകിയതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തടകുന്നത് നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാട്ടോ. നല്ലോണം കുഴച്ച് സെറ്റാക്കി അങ്ങോട്ട് മാറ്റി വെക്കുക. പ്രസ്സിലും കുറച്ച് വെളിച്ചെണ്ണ തൂകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തത് നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടിയിട്ടുണ്ട്. നമുക്ക് 3 രീതിയിൽ ചുട്ടെടുക്കുക എന്നുള്ള രീതിയിലാട്ടോ ഞാനിപ്പോൾ ചുടുന്നത്. എനിക്കിവിടെ ചെറിയ പത്തിരിയാണ് ഇഷ്ടം. നല്ലോണം കോമളച്ച് കഴിഞ്ഞാലാണ് പെർഫെക്റ്റ് പത്തിരി. ഇതാട്ടോ പെർഫെക്റ്റ് പത്തിരിൻ്റെ ഒരു രീതി. നല്ല മൊരിഞ്ഞ പത്തിരിയും മുട്ടക്കറിയും കൂടെ കട്ടൻ ചായ. അത്രയേ ഉള്ളൂ. ടാറ്റാ.